നമുക്ക് സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി സാക്ഷ്യം നൽകുന്നത് റിയോൻ. പ്രിയപ്പെട്ടവരെ, ഓരോ സാക്ഷ്യങ്ങളും ദൈവത്തിന്റെ ഇടപെടലിന്റെ അടയാളങ്ങളാണ്, ദൈവസ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. സാക്ഷ്യം നൽകുന്നു റിയോൻ. എന്റെ പേര് ഷീല, വീട് വരന്തരപ്പള്ളി. എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞ് 4 വർഷമായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. ഞങ്ങൾ മോള് ഗൾഫിലേക്ക് ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് പട്ടത്തച്ഛനെ വന്നു കണ്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അച്ഛൻ മോൾക്ക് 2 മിഠായിയും ദിവ്യവേദന ഔഷധമായി യേശുവെ സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥനയും കൊടുത്തിരുന്നു. മോള് പോയി കഴിഞ്ഞ് 9 വെള്ളിയാഴ്ച ഞാൻ നിയോഗം വെച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 9ാമത്തെ വെള്ളിയാഴ്ചയാകുന്നതിന് മുമ്പ് തന്നെ എന്റെ മോള് ഗർഭിണിയാണെന്ന് വിളിച്ചു പറഞ്ഞു. അച്ഛനെ കാണാൻ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എനിക്ക് 2 പെൺകുട്ടികളാണ്, മോൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ പറഞ്ഞു, നമ്മൾ ചോദിക്കുന്നത് ഈശോ തരുമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, എന്റെ മോൾക്ക് ഒരു ആൺകുഞ്ഞുണ്ടാകാൻ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. എന്റെ ആഗ്രഹത്തിന്മേൽ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ മോൾക്ക് കഴിഞ്ഞ ഒക്ടോബർ 12 ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. മോൾക്ക് ഡിസ്ചാർജ് ആകുന്നതിന് 2 ദിവസം മുമ്പ് മോന്റെ കാലിൽ 2 മുഴ കാണപ്പെട്ടു. ഡോക്ടറെ കണ്ടപ്പോൾ അത് ഹെർണിയാണ്, എത്രയും പെട്ടെന്ന് ഒരു സർജനെ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോന്ന് വീട്ടിലെത്തിയപ്പോൾ മാതാവിന്റെ വെളിച്ചെണ്ണ പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ തൃശ്ശൂർ പോയി ഡോക്ടറെ കണ്ടപ്പോൾ, സർജനെ കാണിച്ചപ്പോൾ ആ മുഴ എന്റെ മോന്റെ കാലിൽ അവിടെ കാണാനില്ലായിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ കേൾക്കുന്നത്? ഇതൊക്കെ ദൈവത്തിന്റെ വലിയ വലിയ ഇടപെടലുകളാണ്. ഒരു 2 പെൺകുട്ടികൾക്ക് ശേഷം ഒരു ആൺകുഞ്ഞിന് വേണ്ടി ആ തലമുറയിൽ ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചു. അമ്മ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മാത്രമല്ല, കുഞ്ഞിന്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു അസുഖം വന്നു. ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്ന നിലവിളിക്കൽ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളിലൂടെ കർത്താവിന്റെ വലിയ സ്നേഹം ഒഴുകിയ ഒരു കുഞ്ഞാണ് ഇപ്പോൾ ഈ അൾത്താരിൽ ഇരിക്കുന്നത്. നമുക്ക് നല്ല ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ നിലവിളി കേൾക്കുന്ന കർത്താവ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ്, രോഗങ്ങൾ അകറ്റുന്ന കർത്താവ്. ആ കർത്താവിനെ ഓർത്ത് 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൻ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഒന്ന് നിറയട്ടെ, 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 നിറയട്ടെ. കരങ്ങൾ അടിച്ച നല്ല ദൈവത്തെ നന്ദി പറയാം. സന്താന സൗഭാഗ്യം നൽകുന്ന കർത്താവിനെ ഓർത്തുകൊണ്ട് പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്, രക്ഷകൻ നാമത്തിന്, രക്ഷകൻ നാമത്തിന്. സാക്ഷ്യം നൽകുന്നു യാക്കോബ്. എന്റെ പേര് യാക്കോബ്, സ്ഥലം മേലിഞ്ഞപ്പുറ. എനിക്കൊരു 3.5 വർഷമായിട്ട് തണ്ടൽ വേദനയും കൈയും കാലും ഭയങ്കര വേദന ഉണ്ടാവാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കുർബാനയിൽ പങ്കെടുത്ത് ഞാൻ പോകാറുണ്ട്. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താ ചെയ്താൽ എന്റെ വേദന കുറയണില്ല. അപ്പൊ ഇവിടെ പട്ടത്തച്ഛൻ വിളിച്ച് പറയാറുണ്ട്, നിങ്ങളൊരു സാക്ഷ്യം പറഞ്ഞ് ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ ഇപ്പോൾ ഒരു 5 ആഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പ്രതാവിന്റെ ചാപ്പിൽ പോയും പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് എന്റെ അസുഖം മാറി, എനിക്ക് വേദന ഒന്നും ഇല്ല. ഇപ്പൊ 2.5 വർഷക്കാലമായിട്ട് ഈ യാക്കോബ് ചേട്ടൻ അസ്ഥി സംബന്ധമായ രോഗമായിട്ട് വരുന്ന മനുഷ്യനാണ്. അച്ഛൻ്റെ അടുത്തൊന്നും ഒന്നൊന്നുമില്ല. അച്ഛൻ ഇവിടെ പറയാറുണ്ട്, ഇവിടെ കർത്താവിന്റെ സന്ദേശം കിട്ടുമ്പോഴാണ് ആൾത്താരിൽ നിന്ന് അച്ഛൻ പറയുന്നത്, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക, കുർബാനയിൽ കരമുയർത്തി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പാടെ ചെയ്യുന്ന കുറെ ആളുകൾ ഇവിടെയുണ്ട്. അതിലൊരുവനാണ് യാക്കോബ് ചേട്ടൻ. ആ യാക്കോബ് ചേട്ടന് 2.5 വർഷക്കാലം ഉണ്ടായിരുന്ന ഈ വേദനയിൽ നിന്ന് വിട്ടുമാറാൻ ഇടയായത് വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടാണ്. മാത്രമല്ല, ചാവറ പിതാവിന്റെ ചാവറ ചാപ്പലിൽ പോയി ആ പിതാവിനോടും പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടു. പ്രിയപ്പെട്ടവരെ, നിന്റെ കണ്ണുനീരറിയുന്ന കർത്താവ്, നിന്റെ ക്ലേശങ്ങളുടെ നടുവിൽ കർത്താവ് നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. മാത്രമല്ല, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. മാത്രമല്ല, ഉയർന്ന പാറമേൽ നിർത്തി നിന്റെ വിജയത്തിന്റെ സന്തോഷം ആഘോഷിക്കാൻ സാധിക്കുമെന്ന് സങ്കീർത്തനം പറഞ്ഞത് ഇതാ യാക്കോബ് ചേട്ടൻ പൂർണ്ണമായിരിക്കുകയാണ്. ഒന്ന് കൈയടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തിയടിച്ച്, കരങ്ങൾ ഉയർത്തിയടിച്ച്. ഇതിനകത്ത് കുറെ അസ്ഥിരോഗികൾ വന്നിട്ടുണ്ട്. നല്ല കുമ്പസാരം നടത്തുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും കർത്താവ് ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. അപ്രകാരം അനുഷ്ഠിക്കുക. സാക്ഷി നൽകുന്നു മിന്ന മരിയ.
എന്റെ മകളുടെ പേര് മിന്ന മരിയ, വീട് പുല്ലൂര്. ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ 3 മാസത്തിൽ എനിക്ക് ബ്ലീഡിങ്ങും 6-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ വയറിന് വളർച്ച കുറവാണെന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ അപ്പോൾ ജെറുസലേം വിഷൻ എല്ലാ വെള്ളിയാഴ്ചയും കണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും എന്റെ അമ്മ താമസിച്ചുള്ള ധ്യാനത്തിൽ ഇവിടെ സംബന്ധിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഫലമായി ജെറുസലേം നാഥൻ എനിക്ക് ആരോഗ്യമുള്ള പൂർണ്ണ വളർച്ചയുള്ള ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തുതി. അബുദാബിയിൽ ഇരുന്നു കൊണ്ട് ജെറൂസലം വിഷൻ സ്ഥിരമായി കാണുന്ന ഒരു കുടുംബത്തിന്റെ കുഞ്ഞിനെ നോക്കിയ നിങ്ങള് അതേസമയം അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിദേശ രാജ്യങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ സംബന്ധിച്ച് അത്ഭുതകരമായ വിധത്തിൽ നല്ല മാലാഖ കുഞ്ഞുങ്ങളെ ജന്മം നൽകുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അപ്രകാരം ജന്മം നൽകിയ കുഞ്ഞുമകൾ മിന്ന മരിയ നമ്മുടെ ആൾത്താരിൽ ഇരിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. ഈ ഒരു കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ കുഞ്ഞുമകൾ വിളിച്ചാൽ പാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്, രക്ഷകൻ നാമത്തിന്. സോണിയ ജിജുവിന്റെ ഒരു കൊച്ചു സമ്മാനം അമ്മ എനിക്ക് കൈമാറിയിട്ടുണ്ട്. സ്നേഹത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് സമ്മാനമായിട്ട് സാക്ഷ്യം നൽകുന്നു ഹെറിൻ വർഗീസ്. എന്റെ മകൾ ഹെറിൻ വർഗീസിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എന്റെ വീട് ആളൂരാണ്. എന്റെ മകൾക്ക് വളരെ ചെറുപ്പം മുതലേ കരപ്പനിൽപ്പെട്ട അസുഖം ഉണ്ടായിരുന്നു. എന്താ അസുഖം? കരപ്പൻ. അറിയാലോ. ചെവിയുടെ പുറകിൽ ഇങ്ങനെ വര കീറുന്ന അസുഖമായിരുന്നു. അതിങ്ങനെ കുറച്ച് വർഷം ഉണ്ടായി. അപ്പോൾ അത് മാറിക്കോളും എന്ന് വിചാരിച്ചു. പിന്നെ അത് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോഴും ഇടയ്ക്കിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തീർത്തും പോക്കോട്ടെ എന്ന് വിചാരിച്ച് ഹോമിയോനെ കാണിച്ചു. പക്ഷെ ഈ കഴിഞ്ഞ വർഷം ഹോമിയോനെ കാണിച്ച് അവിടുന്ന് വന്ന് ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത വഴി അവളുടെ കഴുത്തിലും മുഖത്തും കഴുത്തിന്റെ ഈ താഴെ ഭാഗം വരെ ഫുള്ളായിട്ടും വ്യാപിച്ചു. അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ഷാളിട്ട് പോകേണ്ട ഒരു സ്ഥിതി വരെ എത്തി. അങ്ങനെ ടീച്ചേഴ്സ് കണ്ട, ആളൂര് സെന്റ് ജോസഫിലാണ് പഠിക്കുന്നത്, അവിടുത്തെ ടീച്ചേഴ്സ് അവളിവിടെ ജാഗരണ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നേക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കും വിശ്വാസം വന്ന ഞാൻ കോട്ടയിലേക്കാണ് പോവാറ്. അപ്പൊ ഞാൻ ടീച്ചേഴ്സ് പറഞ്ഞതനുസരിച്ച് ഞാനും ഇവിടെ വന്ന് ലോഷ്യസ് അച്ഛനെ കണ്ട് കൈവച്ച് പ്രാർത്ഥിച്ചു. പിന്നെ പട്ടത്തച്ഛന്റെ അടുത്ത് വിവരം പറഞ്ഞു. അപ്പോൾ ദിവ്യവൈദ്യനും ഔഷധവുമായി ഈശോ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. കൂടാതെ ഈ നിലവിളക്കിലെ വെളിച്ചെണ്ണ കൊണ്ടുപോയി പുരട്ടാൻ പറഞ്ഞു. അതും ചെയ്തു. പിന്നെ ചാവറ പിതാവിന്റെ അടുത്ത് മധ്യസ്ഥം അപേക്ഷിച്ചു. അവിടെ നിന്നും അവർ പറഞ്ഞതുപോലെ നോമ്പ് ഉപവാസവും എല്ലാം ചെയ്തു. അങ്ങനെ ഇപ്പോൾ എന്റെ മകൾക്ക് തീർത്തും ആ രോഗം മാറി കിട്ടി. അതിന് യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഇവിടെ വന്നിങ്ങനെ ജനമധ്യങ്ങളുടെ നടുവിൽ നിന്ന് സാക്ഷ്യം പറയാൻ ധൈര്യം നൽകിയതിനെ ഓർത്തും ഞാൻ നന്ദി പറയുന്നു. ഹെറിൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എത്രയില്ല? 9th പഠിക്കുന്ന ഒരു കൊച്ചുമകളുടെ ഒരു കരപ്പന്റെ അസുഖം എങ്ങനെ മാറി? ഇന്ന് ജാഗരണ പ്രാർത്ഥന ദിനമാണ്. ഒന്ന് നോക്കണേ. വിശ്വാസം കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ടീച്ചേഴ്സിന്റെയും മറ്റുള്ള പ്രിയപ്പെട്ടവരുടെയും നിർദ്ദേശപ്രകാരം ഒരു ജാഗരണ പ്രാർത്ഥന വരികയാണ്. എല്ലാ മാസത്തിലും 2ാമത്തെ ശനിയാഴ്ച തലേന്നാൾ. ഇന്ന് വൈകിട്ട് ജാഗരണ പ്രാർത്ഥനയാണ്. ആ മകളുടെ പല ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ട് മാറാതിരുന്ന ഈ രോഗം മാറ്റിയത് യേശുവാണത്. കാരണം ഓരോ കുഞ്ഞുങ്ങളെ കുറിച്ചും കർത്താവിന്റെ പദ്ധതിയുണ്ട്. കർത്താവിന്റെ വലിയ സ്നേഹമുണ്ട്. ദിവ്യവൈദ്യനും ഔഷധമായ യേശുവാണ് ഹെറിൻ വർഗീസിന് ഈ പൂർണ്ണമായ സൗഖ്യം നൽകിയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് അവളുടെ കഴുത്തിലോ മറ്റതുപോലെ തന്നെ രോഗബാധിതമായിരിക്കുന്ന ശരീരത്തിന്റെ ഒരു അവയവം പോലെയില്ല, പൂർണ്ണമായിട്ടും കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹെറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധയുടെ പേര് അതാണ്. ഏത് വിശുദ്ധ? മരിയ ഗോരത്തി. നോക്കണേ, വിശുദ്ധയായിരിക്കുന്ന മരിയ ഗോരത്തിയെ ഹൃദയത്തിൽ വാഴ്ത്തുന്ന ഒരു മകളുടെ ശരീരത്തിന്റെ ത്വക്ക് സംബന്ധമായ രോഗം എടുത്തു മാറ്റാൻ ആ വിശുദ്ധയോടുള്ള മാധ്യസ്ഥ പ്രാർത്ഥന ഹെറിൻ വർഗീസിനെ സഹായിച്ചു എന്നുള്ളതാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, കരപ്പൻ, അലർജി, സോറിയാസിസ്, കർത്താവ് ഈ സമയം ഈ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റട്ടെ. സാക്ഷ്യം നൽകുന്നു ടെരേസ. എന്റെ മോളുടെ പേര് തെരേസ. ഞങ്ങൾ ഇരിയാലക്കുടയിൽ നിന്ന് വരുന്നു. 3 മാസം അവളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് സ്കാൻ ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന്റെ മൂക്കിന്റെ ഈ പാലം, അവിടുത്തെ എല്ല് വളർന്നിട്ടില്ല,
അത് നോർമലി 3 മാസം കൊണ്ട് വളരേണ്ടതാണ്, 1 മാസം കൊണ്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ആ എല്ല് വീണ്ടും വളർന്നിട്ടില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു അബ്നോർമൽ കുട്ടികൾക്കാണ് അങ്ങനെ സംഭവിക്കുക, അപ്പോ നിങ്ങൾക്ക് എന്താ വേണം തീരുമാനിക്കാന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഒരു വലിയ ടെസ്റ്റും കൂടി ഉണ്ട്, അതിന് 35,000 രൂപ ചെലവാകും, അത് ചെയ്യണമെങ്കിൽ ചെയ്യാം, നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ആ റിസൾട്ട് 10 ദിവസം റിസൾട്ട് കിട്ടേണ്ട ദിവസം. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു കർത്താവ് സാക്ഷ്യപ്പെടുത്താൻ പറയുന്നുണ്ട്, പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് തരും, ഈ ധൈര്യമായിട്ട് റിസൾട്ട് പോയി മേടിച്ചോളം പറഞ്ഞു. റിസൾട്ട് മേടിച്ചപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. ഒക്ടോബർ 6-ാം തീയതി എന്റെ മോള് ഒരു കുഴപ്പമില്ലാതെ ജനിക്കുകയും ചെയ്തു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇവിടെ നോക്കുക, കുഞ്ഞിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ എല്ല് വളർത്തുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. അബോർട്ട് ചെയ്ത് പോകേണ്ട ഒരു കുഞ്ഞിനെ കർത്താവ് കോരിയെടുത്ത് കർത്താവിന്റെ ഓമനപുത്രിയായി ഇന്ന് അൾത്താരയിൽ ദിവ്യകാരുണ്യ ഈശ്വരൻ എഴുന്നള്ളി വരുന്ന അൾത്താരയിൽ ഇരിക്കുകയാണ് ടെരേസ മോള്. എന്തുമാത്രം സന്തോഷമായിരിക്കാം പ്രിയപ്പെട്ടവരെ. ഗർഭപാത്രത്തിൽ വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന സമയം മുതൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ദൈവമാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് നമുക്ക് അമ്മയോട് ചേർന്ന് നന്ദി പറയാം. നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. സാക്ഷ്യം നൽകുന്നു ആനി ജോസ്. എന്റെ പേര് ആനി, സ്ഥലം കനകമല. എനിക്ക് ഡിസംബർ മാസത്തില് ഭയങ്കര ഒരു തണ്ടല് വേദന വന്നു. അങ്ങനെ ഞാൻ ഒരാഴ്ച മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞൊരു കുറവില്ല. അപ്പൊ ഡോക്ടർ പോയി കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കാം. അങ്ങനെ എക്സ്റേ എടുത്തപ്പോ എന്നോട് പറഞ്ഞു ഈ തണ്ടലില് എല്ലാം ദ്രവിച്ചു കഴിഞ്ഞു, ഇനി ബെൽറ്റ് ധരിച്ച് 1 മാസം ബെഡ് റെസ്റ്റ് എടുത്ത് വീട്ടിൽ കിടക്കണമെന്ന്. അപ്പൊ ഞാൻ അതൊന്നും നോക്കാതെ എനിക്ക് താമസിച്ചുള്ളൊരു ധ്യാനം ഇവിടെ കൂടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഈ ജനുവരി മാസത്തിലേക്ക് 1 വർഷം കഴിഞ്ഞ് ഇവിടെ സ്ഥിരമായിട്ട് വന്നു. അങ്ങനെ ഞാൻ 8-ാം തീയതിയിലെ താമസിച്ചുള്ള ധ്യാനത്തിൽ ഇവിടെ കൂടി. അപ്പൊ 3-ാമത്തെ ദിവസം ഞാൻ പട്ടത്തച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് ഇങ്ങനെ അസുഖമുണ്ട്, പിന്നെ 2 നിയോഗത്തിനും കൂടി എന്റെ മോനൊരു ജോലി കിട്ടുന്നു. അപ്പൊ അച്ഛൻ ഒരു മിഠായി തന്നിട്ട് എന്നോട് പറഞ്ഞു യേശുവേ എന്നിലും എന്റെ ഹൃദയത്തിലും കുടുംബത്തിലും ജീവിതത്തിലും വന്ന് നിറയണമെന്ന്. അങ്ങനെ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോ തന്നെ ബെൽറ്റ് ഊരി കുമ്പടരുതെന്ന് പറഞ്ഞു. ഞാൻ മുന്നത്തെ പോലെ എല്ലാ ജോലി ഇന്നേ വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ബെൽറ്റ് ധരിച്ചിട്ടില്ല. എത്ര വർഷം ആനി ജോസ് അമ്മച്ചി ബെൽറ്റ് ധരിച്ച് നടന്നു? ഞാൻ ബെൽറ്റ് ധരിക്കാൻ പറഞ്ഞിട്ട് ഒരാഴ്ച ബെൽറ്റ് ധരിച്ച് 2-ാമത്തെ ആഴ്ചയിലാണ് ഇവിടെ ധ്യാനം കൂടാൻ വന്നത്. ഒരാഴ്ചയാണ് ബെൽറ്റ് ധരിച്ചുള്ളതിന് ശേഷം അൾത്താരയിലേക്ക് ജെറുസലേം വചന കൂടാരത്തിലെ താമസമുള്ള ധ്യാനത്തിൽ വരാണ്. പ്രിയപ്പെട്ടവരെ, 18 വർഷക്കാലമായി രോഗിയായി കിടന്ന കൂനിയായിരിക്കുന്ന സ്ത്രീ ഒരു ദുരാത്മാവ് ബാധിച്ച് കൂനിപ്പോയവളാണ്. ഒരു ദുരാത്മാവ്, ഇങ്ങനത്തെ ചില ദുരാത്മാക്കളുണ്ട്. അങ്ങനെയുള്ള ദുരാത്മാക്കളൊക്കെ വിട്ടുപോകണമെങ്കിൽ താമസമുള്ള ധ്യാനത്തിലൂടെ നടന്നു എന്നാണ് ആനി ജോസ് ഇവിടെ സാക്ഷി നൽകുന്നത്. ഞാനിത് പറഞ്ഞു വരുന്നത് ചിലപ്പോഴൊക്കെ പല പീഡകളുണ്ട്. നമ്മൾ തനിച്ച് ചിലപ്പോൾ രോഗത്തിന്റെ അല്ല, അത് ചില പീഡകള് അത് ധ്യാനത്തിലൂടെയാണ്, നല്ല കുമ്പസാരത്തിലൂടെയാണ്, കുർബാനയിലൂടെയാണ്, ആന്തരിക സൗഖ്യ ശുശ്രൂഷയിലൂടെയാണ് വിട്ടുപോകുന്നത്. ഏതെങ്കിലും വിധത്തിൽ വിട്ടുമാറാത്ത ഏതെങ്കിലും രോഗപീഡകളോ പൈശാചികമായി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ധ്യാനത്തിന് ബുക്ക് ചെയ്യുക. എന്നിട്ട് നിന്നിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഒന്ന് നോക്കുക. ഒന്ന് വലതുകരം ഉയർത്തിയേൻ. ചില പീഡകളുള്ള ചില കുടുംബങ്ങളെ വ്യക്തികളെ ഞാൻ കാണുന്നു. ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അമ്മച്ചെന്ന് കരങ്ങൾ ഉയർത്തി കഥാനെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, പ്രത്യേകമായിരിക്കുന്ന അസ്ഥി രോഗത്തിൽ സൗഖ്യം കിട്ടിയ മകളോട് ചേർന്ന് ഈ സമൂഹത്തിൽ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ കുനിയുവാൻ സാധിക്കാതെ ഇപ്പോൾ കഷ്ടപ്പെടുന്ന ഒരു മകളുടെ പക്കലേക്ക് കർത്താവ് സൗഖ്യമായി കടന്നു വരുന്ന എനിക്ക് കാണാം. അവരോട് പറയുന്നു, ഇനി മുതൽ നിനക്ക് നിന്റെ വീട്ടിൽ ജോലി ചെയ്യാം, ബക്കറ്റിൽ വെള്ളമെടുക്കാം, കുഞ്ഞുങ്ങളെ കോരിയെടുക്കാം, ഭർത്താവിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. വിദേശത്തിരുന്ന് അസ്ഥിസംബന്ധ രോഗമുള്ള ഒരു മകളെ തൊടുന്നൊരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. സംഭവിക്കുന്നു. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി. കൈകൾ അടിച്ച് നല്ല ദൈവത്തെ നന്ദി പറയും. സാക്ഷി
സാക്ഷ്യം എന്റെ മകളുടെ ഭർത്താവിന് വേണ്ടിയാണ്. അവിടെ സൗദി അറേബ്യയിലാണ്. 2.5 വയസ്സായ ഒരു കൊച്ചും മകളും മകനും ഉണ്ട്. 1 വർഷം കഴിഞ്ഞ് അവന് AC-യുടെ ജോലിയാണ്. ഒരു ജോലി ശരിയാവണില്ല. 150 കിലോമീറ്റർ അകലത്തിലാണ് അവനെ ജോലിക്ക് വിളിക്കുന്നത്. അപ്പൊ ഈ കൊച്ചിനെ നോക്കാൻ വേറെ ആരുമില്ല. ബേബി സിറ്റില്. മകന്റെ പേര് ഷിബു, മകളുടെ പേര് സിബി. അപ്പൊ ഈ കൊച്ചിന് 5 മണി വരെ ബേബി സിറ്റിൽ എടുക്കുള്ളൂ. മകൾക്ക് 12 മണിക്കൂർ ജോലി, നേഴ്സാണ്. അപ്പൊ ഇവനൊരു ജോലി ശരിയാവണില്ല. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എന്റെ മോൻ ആ കൊച്ചിനെ നോക്കണത് അവസ്ഥ കർത്താവ് അറിയാലോ, എന്റെ മകൻ അതനുസരിച്ചൊരു ജോലി കൊടുക്കണേന്ന്. ഞാൻ ഇവിടെ നിന്ന് ധ്യാനം കൂടി 2 ആഴ്ച കഴിഞ്ഞപ്പോ എന്റെ മകനൊരു ജോലി കിട്ടി. അത് 1/2 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്തിട്ട് വേണം. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മകന് നേവിക്കാരുടെ ആസ്പത്രിയിൽ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് 5 മിനിറ്റ് നടക്കാവുന്ന അത്രയും അകലത്തിൽ ഒരു നല്ല ജോലിയായിട്ട് 8 മണിക്കൂറുള്ള അവന് ജോലി കിട്ടി. പിന്നെ ഈ കൊച്ചിനെ നോക്കാൻ അവര് താമസിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ പുതിയതായിട്ടൊരു ബേബി സിറ്റി തുടങ്ങി. അതും അവർക്ക് ദൈവം നല്ലൊരിതിൽ അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. നോക്കുക, മണിക്കൂർ യാത്ര ചെയ്യുന്ന 1/2 മണിക്കൂറാക്കി. അതിനുശേഷം നല്ല ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ വർക്ക് കിട്ടി. കുഞ്ഞിനെ നോക്കാൻ എല്ലാ സംവിധാനങ്ങളും. കർത്താവ് വേലി കെട്ടുന്നത് കണ്ടോ? ചിലത് വേലി പൊളിഞ്ഞു പോകാണ്, ചില വേലി കെട്ടുകയാണ്. എപ്പോൾ താമസമുള്ള ധ്യാനത്തിൽ കൂടിയതിന്റെ ഫലമായിട്ട് അമ്മയ്ക്ക് കിട്ടി എണ്ണി പറയുകയാണ്. ഇപ്പൊ റോബർട്ടിന്റെ മാതാപിതാക്കന്മാരോട് ഒരു ധ്യാനത്തിൽ കൂടാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോബർട്ട് 200 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മകന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്, അപ്പനമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അവരോട് താമസിച്ചോടെ ധ്യാനത്തിൽ കൂടാൻ കർത്താവ് മെസ്സേജ് തരുന്നു. കരങ്ങൾ ഉയർത്തി കഥാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, വിധായ സ്തോത്രം. കൈകളടിച്ച നല്ല ദൈവത്തോട് നന്ദി പറയുന്നു. സാക്ഷ്യം നൽകുന്നു ജിൻസി. എന്റെ പേര് ജിൻസി ക്ലീബി, വീട് വെള്ളാങ്കല്ലൂര്. നവംബർ മാസം 13-ാം തീയതി അരി തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന കല ഇറക്കി വെച്ചപ്പോൾ കൈ സ്ലിപ്പായി അത് ശരീരത്തിൽ കൂടി വീണു. ശരീരത്തിന്റെ ഇടതുവശം മുഴുവൻ മാരകമായ രീതിയിൽ പൊള്ളി. 1.5 മാസത്തോളം ജൂബിലിയിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അവര് സുഖപ്പെടും എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഭാഗം കൂടുതലായിട്ട് പഴുപ്പായിട്ട് വന്നു. ഒരു പാറ പോലെ ഉറച്ചിരുന്ന പഴുപ്പാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി സർജറി കൂടാണ്ട് സുഖപ്പെടില്ല എന്ന് പറഞ്ഞു. ആ പഴുപ്പ് ഒന്നും അനക്കം സംഭവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതെന്റെ ആന്റിയാണ്. ആന്റി ഇവിടെ സ്ഥിരമായിട്ട് വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആന്റിയോട് വിളിച്ചു പറഞ്ഞു. ആന്റി ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നിയോഗം സമർപ്പിച്ചു. നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് അരുൾ ചെയ്യുന്നു, നിന്റെ മുകളിൽ അസ്ഥികൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം കൊണ്ട് നിറയ്ക്കുകയും ചർമ്മത്താൽ മൂടുകയും ചെയ്യും എന്ന വചനം പറഞ്ഞ് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനും ചാവറ പിതാവിന്റെ മണ്ഡപത്തിലെ പുഷ്പാർച്ചന നടത്താനും പറഞ്ഞു. സൗഖ്യപ്പെടാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താനും പറഞ്ഞിരുന്നു. 2 ദിവസം കൊണ്ട് ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പാറ പോലെ ഇരുന്നിരുന്ന പഴുപ്പ് അലിഞ്ഞ് അത് പൂർണ്ണമായിട്ടും മാറി. കുറച്ച് ദിവസം കൊണ്ട് തന്നെ എനിക്ക് വസ്ത്രം ധരിക്കാനും നടക്കാനും ഒക്കെ പറ്റി. തമ്പുരാനിൽ നിന്നും ലഭിച്ച ഈ സൗഖ്യത്തെ ഓർത്ത് ഇവിടെ പരസ്യമായി സാക്ഷ്യപ്പെടുത്തുന്നു. തമ്പുരാനോട് 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ. വചനം പാറയെ തകർക്കുന്ന കൂടമാണ്. പാറ പോലെ ഇരുന്ന ശരീരത്തിലെ ആ പഴുപ്പിന്റെ അവസ്ഥയിൽ നിന്നെല്ലാം അത് മാംസളമാക്കി തീർക്കുകയും 2 ദിവസം കൊണ്ട്, പ്രിയപ്പെട്ടവരെ, വചന സൂനം എന്ന് പറയുന്ന ഒരു CD കാസറ്റ് അച്ഛനോട് ഇറങ്ങിയിട്ടുണ്ട്. വചന സൂനം എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ അത്ഭുതങ്ങൾ നടന്ന ഒരു സംഭവമാണ് ഇപ്പൊ കേട്ടത്. ശരീരം മുഴുവൻ വസ്ത്രം പോലും ധരിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം പഴുപ്പ് കൊണ്ട് അളിഞ്ഞിരുന്ന ശരീരത്തിലെ ആ പഴുപ്പ് എടുത്തു മാറ്റിയെന്ന് മാത്രമല്ല, പണ്ടത്തേക്കാ പോലെ തന്നെ ആ പുതിയ ചർമ്മം വെച്ചുപിടിപ്പിച്ച് പുതിയ നാടി വരുമ്പ് വെച്ചുപിടിപ്പിച്ചത് വചനം പറഞ്ഞ ഈ ആന്റിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഒന്ന് കൈയടിച്ച നല്ല ദൈവത്തിന് നന്ദി പറയാം. കാരണം ഉയർത്തി അടിച്ച കഥയോട് നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു ഷാജി ജോസ്.
എൻ്റെ പേര് ഷാജി ജോസ്, നന്ദിക്കരയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ ഭർത്താവ് ബഹ്റൈനിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വെച്ച് കമ്പനി പൂട്ടുകയും ജോലിയില്ലാതെ തിരിച്ച് നാട്ടിലേക്ക് വരികയും ചെയ്തു. ഞാനും എൻ്റെ ഭർത്താവും 9 വെള്ളിയാഴ്ച ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ആ കമ്പനിയിൽ ജോലി കിട്ടുകയാണെങ്കിൽ സാക്ഷ്യം പറയുകയും ചെയ്യാമെന്ന് നേർന്നു. തിരിച്ച് അതേ കമ്പനി വേറെ ആളുകൾ ഏറ്റെടുക്കുകയും എൻ്റെ ഭർത്താവിനെ ആ കമ്പനിയിൽ തന്നെ ജോലി കിട്ടുകയും ചെയ്തു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഉപജീവന മാർഗത്തിൽ കണ്ണുനീര് കലർത്താത്തവനാണ് ദൈവം. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, കുടുംബത്തിന്റെ വരുമാന മാർഗത്തിൽ കർത്താവിന് താല്പര്യമുണ്ട്. നീ കർത്താവിന്റെ പക്കലേക്ക് തിരിയണം, കർത്താവിന്റെ സന്നിധിയിലായിരിക്കണം. അതാണ് സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടത്. കൈകളടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. കാരണം ഉയർത്തിയടിച്ച് നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു ഓമന. എൻ്റെ പേര് ഓമന, വീട് പുത്തൂര്. എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. അവൻ വീണ് കാലൊടിഞ്ഞു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പട്ടത്തച്ഛനോട് വന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അച്ഛൻ പറഞ്ഞു 3 ആഴ്ച ധ്യാനം കൂടി സാക്ഷ്യം പറയാൻ പറഞ്ഞു. അവന് പൂർണ്ണമായി സുഖമാക്കി, നല്ലൊരു ജോലിയും കിട്ടി. യേശുവേ ശാസ്ത്രം, യേശുവേ നന്ദി. തകർന്നുപോയ എല്ലുകളെ കൂട്ടിയോജിപ്പിച്ചത് ഇവിടെ വന്ന് വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ട് അമ്മയോട് ഇത്രേ പറഞ്ഞോളൂ. മോനോടും 3 ആഴ്ച വന്ന് വചനം ശ്രവിക്കുക. കർത്താവ് ഒടിഞ്ഞ എല്ലുകളെയും തകർന്ന ശരീരത്തെയൊക്കെ രൂപപ്പെടുത്താൻ കഴിവുള്ള ഒരു പവറുണ്ട്. അത് വിശുദ്ധ കുർബാന സമയത്തും കുരിശിന്റെ ആശ്വാസ സമയത്തും ആരാധന സമയത്തും ഇവിടുന്ന് പൊട്ടിപ്പുറപ്പെടുന്ന അച്ഛന്മാരായ ഞങ്ങൾക്ക് അനുഭവമുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് 3 ആഴ്ചകൾ വന്ന് വെള്ളിയാഴ്ച വന്ന് വചനം ശ്രവിക്കാൻ. തൽപരമായി മകന്റെ അസുഖം, ഓപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചതാണ്. കൈകളടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ സാക്ഷ്യം നൽകുന്നു ജെമി. എന്റെ പേര് ജെമി, ഞാൻ ചെങ്ങാലൂരിൽ നിന്ന് വരുന്നു. ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. അദ്ദേഹം അബുദാബിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹം കുറച്ച് മാസം മുന്നേ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് ജോലി നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അവിടെ നിന്ന് തന്നെ അദ്ദേഹം കുറെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തെങ്കിലും ഒന്നും ശരിയായില്ല. കുറെ ഇന്റർവ്യൂവിന് പോയി, പക്ഷെ അതൊന്നും ശരിയായിട്ടുണ്ടായില്ല. അപ്പൊ ആ സമയത്ത് ഞാനിവിടെ 9 വെള്ളിയാഴ്ച മുടങ്ങാതെ ജെറുസലേം നാഥയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് 3 വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂവിന് വന്നു. അപ്പൊ ഇന്റർവ്യൂവിന്റെ ദിവസം ഞാനിവിടെ ഫോൺ മിനിസ്ട്രിയിലേക്ക് വിളിച്ച് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്റർവ്യൂവിന്റെ സമയത്ത് കുരിശിന്റെ വഴിയും പിന്നെ കരുണയുടെ കൊന്തയും ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇന്റർവ്യൂവിന്റെ ദിവസം മുഴുവൻ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ അന്ന് തന്നെ ആൾക്ക് ഓഫർ ലെറ്റർ കിട്ടി. മുന്നേ ജോലി ചെയ്തിരുന്നതിനേക്കാളും കൂടുതൽ ഉയർന്ന ശമ്പളത്തോടെ ഇപ്പൊ ആള് പുതിയ ജോലിയിൽ പ്രവേശിച്ചു. ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ ഇത്രയും വലിയൊരു അനുഗ്രഹത്തിന് ജെറുസലേം നാഥയുടെ അടുത്ത് 1000 നന്ദി അർപ്പിക്കുന്നു. 2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, ഫോണിൻ മിനിസ്ട്രിയിലേക്ക് വിളിച്ചു. അവിടെ നിന്നുള്ള സന്ദേശമാണ് കുരിശന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക. ഇന്റർവ്യൂവിന്റെ സമയത്ത് കുരിശന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാൻ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായിരുന്നേക്കാൾ നല്ലൊരു ജോലി, അതിനേക്കാൾ കൂടുതൽ വേതനത്തിൽ അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഒന്ന് ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും നിസ്സാരമായ ത്യാഗത്തിന്റെ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് എന്ന്. കൈകളടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. കാരണം ഉയർത്തിയടിച്ച് കർത്താവിനെ മകൻ. സാക്ഷ്യം നൽകുന്നു ഡൊമിനി. യേശുവേ നന്ദി. എൻ്റെ പേര് ഡൊമിനി. ഞാൻ കോട്ടപ്പുറത്ത് നിന്ന് വരുന്നത്. ഞാൻ എൻ്റെ വയറിന് സുഖമില്ലാതെ ഈ പാറവട്ടാണി ജമ്മില് ഡോക്ടറെ കണ്ടപ്പോൾ CT എടുക്കാൻ പറഞ്ഞു. CT എടുത്തപ്പോൾ എൻ്റെ കിഡ്നിയുടെ മുകളിൽ ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു. അത് ഓപ്പറേറ്റ് ചെയ്യാതെ പറ്റില്ല പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ആ ഡോക്ടർ അത് തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ നേരെ പട്ടത്തച്ഛനെ വന്ന് കണ്ട് പട്ടത്തച്ഛൻ്റെ കൈ തല വെച്ച് പ്രാർത്ഥിച്ച് 2 മിഠായി എനിക്ക് തന്നു. ഒരു മിഠായി 13 പ്രാവശ്യം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കഴിക്കാനും. എത്ര മിഠായി തന്നു? 2 മിഠായി. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി, രോഗികളായവർക്ക് വേണ്ടി പ്രത്യേകമായി മിഠായി വെഞ്ചിരിച്ച് ഓഫീസിൽ വെച്ചിട്ടുണ്ട്. അതിൽ 2 മിഠായി അല്ല 5 മിഠായി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? എന്നിട്ട് 2 മിഠായി, ഒരു മിഠായി ഇപ്പൊ തന്നെ 13 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് തന്നെ കഴിക്കാൻ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ മിഠായി ഓപ്പറേഷന്റെ തൊട്ട് മുമ്പ് പോയി കഴിക്കാൻ പറഞ്ഞു. ഓപ്പറേഷൻ തൊട്ട് മുമ്പായിട്ട് കഴിക്കാനും പറഞ്ഞു. അത് ഞാൻ അങ്ങനെ ദൈവത്തെ പ്രാർത്ഥിച്ച് 2ാമത്തെ മിഠായി കഴിച്ച് ഓപ്പറേഷന് പോയി. എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഓപ്പറേഷന് പോയി. ഓപ്പറേഷനൊക്കെ ഭംഗിയായി കഴിഞ്ഞു. അപ്പൊ ആ തടിപ്പ് അവർ ബയോപ്സി കഴിച്ചു. അപ്പൊ അതൊരു ട്യൂമറാന്ന് പറഞ്ഞു.
ട്യൂമർ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി പേടിയായി. അപ്പോൾ എന്റെ അനിയൻ പറഞ്ഞു എന്തായാലും അതൊന്ന് നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ലക്ഷൂറിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ആൾ പറഞ്ഞു, നമ്മുടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചിലപ്പോ എല്ലിന് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ബോൺ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അമലെ പോയി ബോൺ സ്കാൻ ചെയ്തു. പിന്നെ അച്ഛൻ്റെ അടുത്ത് തന്നെ വന്നു. അച്ഛൻ്റെ അടുത്ത് വന്ന് തല കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഒരു മിഠായി തന്നു, വേറെ പ്രാർത്ഥന തന്നു. അത് ചൊല്ലിയിട്ട് രണ്ടാമത് ഡോക്ടറെ പോയി കണ്ടുവരാൻ പറഞ്ഞു. ഡോക്ടർ പോയി കണ്ടപ്പോൾ പറഞ്ഞു 2 നീർക്കെട്ടുണ്ട്, ഒന്ന് കപ്പലയുടെ മുകളിലും ഒന്ന് വായയുടെ മുകളിലും. ഇതാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, വീഴ്ചകൾ സംഭവിക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേ, സീറ്റ് എടുത്ത് വരാൻ പറഞ്ഞു. രണ്ടാമത് ഞാൻ സീറ്റ് എടുത്തു. അപ്പോഴും അച്ഛൻ്റെ അടുത്ത് വന്നു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അപ്പൊ പറഞ്ഞ വാക്ക് എന്റെ മനസ്സ് തട്ടി. കാരണം സാക്ഷ്യം പറയാൻ ഒരു അവസരം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു അസുഖമില്ല, കാരണം നിങ്ങളുടെ കൈ കാണുന്ന നീർക്കെട്ടും ഇത് വീഴ്ചയിൽ സംഭവിച്ചാണ്, അതിനിപ്പോ ഒന്നും ചെയ്യേണ്ട പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വന്നു. അച്ഛനെ കണ്ടിട്ട് പറയാന്ന് വെച്ചപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. ഇപ്രാവശ്യം കാണാമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോഴും പറ്റിയില്ല. അപ്പൊ ഞാൻ പിന്നെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു. ഈ അസുഖം എന്നെ മാറ്റിയത് അച്ഛനിൽ കൂടെ യേശുവാണെന്ന് ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. എനിക്ക് സൗഖ്യം എല്ലാവർക്കും, എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി പറയും. ഇനി എനിക്ക് തുടർന്ന് പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡൊമിനിയുടെ ഒരു വലിയ വിശ്വാസമാണ് ജെറൂസലേമിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ രോഗം സൗഖ്യം. ഓരോന്നും സമയത്തും പ്രത്യേകമായ വിധത്തിൽ. കാരണം ഈ മണ്ണിൽ കാല് കുത്തുമ്പോൾ രാവിലെ 5:30 മണി മുതൽ ഇവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. 5:30 മണിയാകുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ മാതാവിന്റെ രൂപത്തിന് തൊട്ട് മുത്തിക്കൊണ്ട് മുട്ടുകുത്തിയും കരങ്ങൾ വിരിച്ചൊക്കെ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രാർത്ഥനാലയമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ അച്ഛന്റെ ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കൊണ്ട് മാത്രമല്ല നടക്കുന്നത്. അതൊരു നിമിത്തമാണ്. ഒരു പുരോഹിതന്റെ പ്രാർത്ഥനയ്ക്ക് അഭിഷേകമുണ്ട്. ഒരു പുരോഹിതന്റെ പ്രാർത്ഥനയ്ക്ക് സൗഖ്യത്തിന്റെ അനുഗ്രഹമുണ്ട്. ഒരു പുരോഹിതന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ കൃപകൾ കിട്ടാൻ അനുഗ്രഹമായി. ആ കൃപ വീണ്ടും നഷ്ടപ്പെട്ടു പോയ കൃപ വീണ്ടും കിട്ടിക്കൊണ്ടാണ് ഡൊമിനിക് ഇങ്ങനെ വിശ്വാസത്തോട് വന്ന് പ്രാർത്ഥന ഫലമായി വേറൊരു നീർക്കെട്ടായിട്ട് മാറിപ്പോകുന്നത് കണ്ടോ. അങ്ങനെ ഒരു അത്ഭുത സാക്ഷ്യമാണ് ഡൊമിനിക് ഇപ്പോൾ നമ്മൾ കേട്ടത്. കൈകളടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി അടിച്ച് കഥാനെ പറഞ്ഞു. സാക്ഷ്യം നൽകുന്നു ലില്ലി. എന്റെ പേര് ലില്ലി, സ്ഥലം എടക്കുന്നേ. എന്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എന്റെ മകൻ ജോർദാനിലാണ് ജോലി ചെയ്യുന്നത്. അവൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു എന്റെ ജോലി നഷ്ടപ്പെടും, എനിക്ക് നാട്ടിലേക്ക് വരേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ശക്തമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടു. പനക്കിലച്ഛൻ എനിക്ക് ഉരുക്കഴിക്കുന്ന മാതാവിന്റെ പ്രാർത്ഥന തന്നു. ഇടപെടാതെ പ്രാർത്ഥിക്കുക, ഒരാഴ്ച കഴിഞ്ഞ് വിവരം പറയാൻ പറഞ്ഞു. 2 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും മകന്റെ ഫോൺ വന്നു. ഇവിടെ ഒരു കുഴപ്പമില്ല, ജോലിയിൽ തുടരാൻ അനുവദിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മാതാവിന്റെ കുരുക്കഴിക്കുന്ന പ്രാർത്ഥനയിലൂടെ അത്ഭുതം നടന്നു. യോർദാനിൽ ജോലി നോക്കണേ, യോർദാനിൽ ജോലി. ആ ജോലിയിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ കർത്താവിന്റെ പക്കൽ ഓടി വന്നപ്പോൾ അമ്മ പറയുന്നത് അവൻ പറയുന്ന പോലെ ചെയ്യാനാണ്. കുരുക്കഴിക്കുന്ന പ്രാർത്ഥന. ഒരു വീട്ടിൽ, ചില വീട്ടിൽ 3-4 എണ്ണം വന്നിരിക്കുന്നുണ്ട് കുരുക്കഴിക്കുന്നത്. എല്ലാം കൂടി കൊണ്ടുവരണ്ട, കിട്ടാത്തവർക്ക് കൊടുക്കുക. എല്ലാ പ്രാവശ്യം വന്ന് സങ്കടം പറയുമ്പോൾ കുരുക്കഴിക്കുന്ന പ്രാർത്ഥന കൊടുക്കും. ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇത് കിട്ടിയിട്ടുണ്ടോ? എന്റെ മോനും കിട്ടി, അപ്പനും കിട്ടി, 4 എണ്ണം കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അത്ര വാങ്ങിക്കണ്ട, 1 എണ്ണം മതി, ഒരു വീട്ടിൽ 1 എണ്ണം മതി, അത്രമാത്രം ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഓരോരുത്തരും പറയുമ്പോൾ ആ പ്രാർത്ഥന കൊടുക്കുമ്പോൾ വീട്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണം. അത് വീട്ടിൽ അച്ഛ 1 എണ്ണം അല്ല 2 എണ്ണം ഇരിക്കുന്നുണ്ട്, അങ്ങനെ പറയണം. ഇന്ന് ലില്ലി ചേച്ചി പരിശുദ്ധ അമ്മയോടുള്ള കുരുക്കഴിക്കുന്ന പ്രാർത്ഥന കിട്ടിയവരുള്ളൊരു കൈവയ്ക്കേൻ, കിട്ടാത്തവരൊന്ന് കൈവയ്ക്കേൻ. കുറച്ച് പേരുണ്ട്. എന്തെങ്കിലും കുരുക്കുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി, അത് കിട്ടുന്നതായിരിക്കും കേട്ടോ. കിട്ടിയവര് വീണ്ടും വന്ന് ചോദിക്കരുത്. ചില ആൾക്കാരുണ്ട് പ്രാർത്ഥിച്ച് ഞാൻ ചില നെറ്റിമ നോക്കുമ്പോൾ കുരിശടയാളം വരച്ച് കുടിഞ്ഞു പോയ ചില നെറ്റിയുണ്ട്, അത്രമാത്രം കുരിശടച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഒരു പ്രാവശ്യമൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, ഈശോ നമ്മോട് അനുഗ്രഹിക്കും. ഇന്ന് ലില്ലി ചേച്ചിക്ക് കുരുക്കഴിക്കുന്ന പ്രാർത്ഥന ഫലമായിട്ട് അത്ഭുതം കിട്ടിയതാണ്. ഒന്ന് കൈയടിച്ച് കത്തോണ്ട് നന്ദി പറയാം നമുക്ക്.